ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വീണ്ടും 26,000 അടുത്ത് പോയി. റിലയൻസും ഫേസ്ബുക്കും തമ്മിലുള്ള AI ഡേറ്റാ സെൻറ്ററുകൾ എല്ലാം തന്നെ റിലയൻസിൻ്റെ സ്റ്റോക്കുകൾ ഇന്നലെ ഉയർത്തി. കൂടാതെ ഏഷ്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡീലുകൾ ധാരണയിൽ എത്തും എന്നുള്ള ന്യൂസ് ഇന്നലെ ഏഷ്യൻ വിപണിയെയും ഉയർത്തി. US ഫ്യൂച്ചറും ഫസ്റ്റ് ഹാഫിൽ പോസിറ്റീവായിരുന്നു. US മാർക്കറ്റും അതിഗംഭീരമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണുള്ളത്. കൂടാതെ ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്ററും US കൊമേഴ്ഷ്യൽ മിനിസ്റ്ററും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, ഫിനാൻഷ്യൽ നിഫ്റ്റി, സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് കാണാം. 3:30 ക്ലോസിംഗ് ആണ്. അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മളെ നിഫ്റ്റി ഇന്നലെ എങ്ങനെയാണോ 26,000 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് ഉള്ളൊരവസ്ഥയിലാണ്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ്. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്കും ഡോയും ഗംഭീര റാലി, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഗംഭീര റാലി. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് സെൻറ്റിമെൻറ്റ്സാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 144 പോയിൻറ്റ് മൈനസാണ്. കൊറിയ 1.5% മൈനസാണ്. എന്നാൽ ചൈന 1% പോസിറ്റീവാണ്. ഓസ്ട്രേലിയ 34 പോയിൻറ്റ് മൈനസാണ്. ഗോൾഡ് ഇന്നിപ്പോൾ $30 കാണാം ഉയർച്ച കൈവരിച്ചു. ബിറ്റ്കോയിൻ 1200 പോയിൻറ്റിൻ്റെ ഒരു ഇടിവിലാണ്. ഇതാണ് US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ് 1%, വിപ്രോ ഏകദേശം ഒരു 1% അടുത്തും ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. മാർക്കറ്റ് സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ന്യൂസുകളെല്ലാം തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനൽ ഇടാറുണ്ട്. ടെലഗ്രാം ചാനൽ ആരും സെർച്ച് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ടാവും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേരിന് സമാനമായിട്ടുള്ള ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടേക്കാം. അതൊക്കെ സ്പാമാണ്. സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുകയാണെങ്കിൽ ആദ്യം മസഡോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിയാണ്. 28% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. ഇൻഡസ് ടവർ കമ്പനി, ഇൻഡസ് ടവർ 17% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവുണ്ടായിട്ടുണ്ട്. കെഫിൻ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.5% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. JK ടയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 64% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. PNB ഹൗസിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% വർധനവ് രേഖപ്പെടുത്തി. സോന BLV കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% വർധനവ് രേഖപ്പെടുത്തി. ബാറ്റ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 73% ഇയർ ഓൺ ഇയർ ഫോള് രേഖപ്പെടുത്തി. ടാറ്റ കെമിക്കൽ കമ്പനി, ഇവിടെ സബ്സിഡിയറി കമ്പനിക്ക് കെനിയയിൽ നിന്നൊരു ലീഗൽ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റൈമണ്ട് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 76% ഇടിവ് രേഖപ്പെടുത്തി. ദിലീപ് ബിൽഡ്കോൺ കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 879 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RVNL കമ്പനി പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ഓർഡർ. ജുബിലൻറ്റ് ഇൻഗേവിയ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. IOL കെമിക്കൽ കമ്പനി, ഇവിടെ പുതിയ മെഡിസിന് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ ലഭിച്ചു. സായി സിൽക്ക് കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഇൻഡസ് ടവർ കമ്പനി 2223 കോടി രൂപയിൽ നിന്ന് 1839 കോടി രൂപയ്ക്ക് പ്രോഫിറ്റ് കുറവ് രേഖപ്പെടുത്തി. ഇതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.